ചെയ്ത് കേൾപ്പിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ള. ഇതിനകത്തുള്ള ബാസ് നമുക്ക് കിട്ടത്തില്ല, നോർമലായിട്ടുള്ള സൗണ്ട്. ഇത് സ്പീക്കറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും, ചെണ്ടയുടെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് അറിയാൻ പറ്റത്തില്ല എങ്ങനെ എത്ര ഐഡിയ ഉള്ളത്. ഹലോ ഗൈസ്, NH47 വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ തമ്പനയിൽ കണ്ട സെയിം സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു കാർ സ്റ്റീരിയോ നമുക്ക് എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. കാർ സ്റ്റീരിയോ ഒട്ടുമിക്ക ആൾക്കാരെ വീടുകളിലും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മൾ FM റേഡിയോസും പണ്ടത്തെ കാസറ്റ് പ്ലെയേഴ്സും അതുപോലെ തന്നെ CD ഉള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെ ഇത് അറിയാത്തവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അറിയുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകും. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി താഴെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു, അതിപ്പോൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് എത്തിക്കണം. അപ്പം അതിൻ്റെ ഒന്ന് അസംബിൾ ചെയ്ത് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ ആകട്ടെ എന്ന് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് വീഡിയോസ് ചെയ്ത് നല്ല നല്ല ആൾക്കാർ ചെയ്തിട്ട വീഡിയോസ് ഒരുപാടുണ്ട്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ മാക്സിമം സിമ്പിളായിട്ട് എടുത്തേക്കാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു കാർ സ്റ്റീരിയോ ആണ്. അത് ഒബ്വിയസ്ലി അറിയാലോ. അപ്പം എൻ്റെ ഇരിക്കുന്ന JVCയുടെ ഏകദേശം ഒരു 10-15 വർഷം പഴക്കമുള്ള ഒരു കാർ സ്റ്റീരിയോ ആണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് CD മാത്രമേ ഉള്ളൂ, USB ഇല്ല, ബ്ലൂടൂത്തും ഇല്ല. അന്ന് ഇറങ്ങിയ ആ ഒരു മോഡലിൽ നമുക്ക് CD-യും അതുപോലെ തന്നെ FM-ഉം OX-ഉം മാത്രമേ ഉള്ളൂ. അപ്പം അതിനുശേഷം ഏകദേശം ഒരു 8 അല്ലെങ്കിൽ ഒരു 5 വർഷം 8 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ പ്ലെയറിനകത്തൊക്കെയാണ് നമുക്ക് USB-യും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഡിവൈസും ഒക്കെ വന്ന് തുടങ്ങിയത്. അപ്പം ഇത് അത്രയും പഴക്കമുള്ള JVCയുടെ ഒരു മോഡലാണ്. പിന്നെ എൻ്റെ കയ്യിൽ സോണിയുടെ ഒരു പണ്ടത്തെ കാസറ്റ് പ്ലെയർ ഉണ്ട്, ഒരുപാട് വർഷം പഴക്കമുള്ള. ഇത് ഏകദേശം ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം എൻ്റെ ഫാദറിൻ്റെ അനിയൻ കൊണ്ടുവന്ന സെറ്റാണ്. അപ്പം ആ സെറ്റാണ് ഇത്. ഇന്നിപ്പോൾ കാസറ്റ് പ്ലെയറോ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പം ഇതിനകത്ത് FM റേഡിയോ വർക്ക് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് സ്പീക്കേഴ്സും ഉള്ളു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ സ്പീക്കർ ഇതിന് എക്സ്ട്രാ വാങ്ങിച്ചിട്ടില്ല. ഈ 2 സ്പീക്കേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആംബ് ഉണ്ട്, സോണി എക്സ്പ്ലോഡിൻ്റെ 600 വാട്ടിൻ്റെ ഒരു 4 ചാനൽ ആംബാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനകത്താണ് ഞാൻ ഈ അതുപോലെ തന്നെ സബ്ബും ഉണ്ട്. JBLൻ്റെ 1100 വാട്ട്സ് വരുന്ന ഒരു JBLൻ്റെ ഒരു ചെണ്ട, അതായത് ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്ന കണക്കാണ് ചെണ്ട എന്ന് പറയുന്ന സാധനം. പിന്നെ ഇതിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് പവർ അപ്പ് ചെയ്യാനായിട്ട് ഒരു SMPS ഞാനിവിടെ എടുത്തിട്ടുണ്ട്. SMPS നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏകദേശം ഒരു 800 രൂപ 900 രൂപയ്ക്ക് നമുക്ക് ഒരു SMPS വാങ്ങിക്കാൻ കിട്ടും. സാധാരണ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. എന്നാലും ഞാൻ വളരെ സിമ്പിളായിട്ട്, ഇതിന് വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പം SMPS എടുത്തിട്ടുണ്ട്. അപ്പം ഈ SMPS എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിനകത്ത് +12 വോൾട്ട് എന്ന് എഴുതിയേക്കുന്നുണ്ടോ, അത് നമുക്കൊരു 19 ആംപിയർ വരെ മാക്സിമം വരുന്ന ഒരു SMPSോ അല്ലെങ്കിൽ ഒരു 15 ആംപിയറിന് മുകളിലോട്ടുള്ള ട്രാൻസ്ഫർ സപ്ലൈ എടുക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഇത് നമ്മൾ സബ്ബൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ അത് താങ്ങത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ 2നും 2ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ഞാനിത് വർക്ക് ചെയ്യിച്ചിരിക്കുന്നത് ഒറ്റ SMPSനകത്ത് തന്നെ ഇത് വർക്ക് ചെയ്യിച്ചേക്കുന്നതാണ്. അപ്പോൾ SMPS നമുക്കൊരു എന്താ പറയുന്നത് 800-900 രൂപയ്ക്കകത്ത് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പഴയ SMPS നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള SMPS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ SMPSൻ്റെ കണക്ഷൻസ് ഒരുപാട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഇതിപ്പം നമ്മൾ അറിയാം, സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടവർക്കാണെന്ന് അറിയാം, ഇതിൻ്റെ മദർ ബോർഡിലോട്ട് പോകുന്ന കണക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന യെല്ലോ ലൈനും ബ്ലാക്ക് ലൈനും ഇതാണ് 12 വോൾട്ട് എന്ന് പറയുന്നത്. ഈ യെല്ലോയും ബ്ലാക്കും ആണ് ഇതിനകത്ത് വരുന്ന 12 വോൾട്ട്. അത് ഏത് യെല്ലോയും ബ്ലാക്കും എടുത്താലും അത് യെല്ലോ ആണ് പോസിറ്റീവ് വരുന്നതും, അതാണ് ബ്ലാക്ക് നെഗറ്റീവ് വയറുമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു 5 വോൾട്ട് എടുക്കാനാണെങ്കിൽ ഈ റെഡും ഈ ബ്ലാക്കും കണ്ടോ, ഇതാണ് നമുക്ക് 5 വോൾട്ട്. 5 വോൾട്ടിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. അതാണ് ഇതിനകത്ത് വരുന്ന 5 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള വയറുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഈ SMPS ചില മോഡലിന് സ്വിച്ച് ഉണ്ടാകും. ഇവിടെ ഇത് പഴയ SMPS ആണ്. സ്വിച്ചുള്ള മോഡൽ SMPS, ഈ ഫാൻ്റെ അടുത്തായിട്ട് നമുക്ക് സ്വിച്ച് വരും. ആ സ്വിച്ച് ഓണാക്കിയാലും അത് ഓൺ ആവത്തില്ല. കാരണം നമുക്കിനകത്ത് ഈ ഒരു ഗ്രീൻ ലൈൻ കാണുന്നത് ഇപ്പോൾ ഈ 24 പിന്നിനകത്ത്
ഇതിനകത്തൊരു ഗ്രീനും നമ്മളുടെ ബ്ലാക്ക് വയറും ഉണ്ട്. ഇതാണ് ഇതിനകത്ത് സ്വിച്ച്. ഇത് അങ്ങോട്ട് ഷോർട്ട് ആയി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് SMPS വർക്ക് ആവത്തുള്ളൂ, ഇത് ഓൺ ആവത്തുള്ളൂ. അപ്പം ഈ 2 ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഞാൻ കട്ട് ചെയ്തു ഇത് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പവർ കുത്തിയ ഉടനെ തന്നെ ഇതിനകത്തുനിന്ന് SMPS പവർ ഔട്ട്പുട്ട് വരും. ഇത് ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്താലും ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരില്ല. അപ്പം ഫ്രണ്ട്സ്, അപ്പം ഞാൻ 2 വയർ, അതായത് 12 വോൾട്ടിൻ്റെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വയർ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മളെ കാസ്റ്റീരിയക്ക് ഡയറക്റ്റ് പോകാനാണ് 12 വോൾട്ട് വരുന്നത്. പിന്നെ ഇത് 2 എണ്ണം, അതായത് കുറച്ചും കൂടെ ഈ 2 വയർ വെച്ചിട്ടേക്കുക, അത് നമ്മളെ ആംപ്ലിഫയർ ഇല്ലേ സോണിയുടെ, അപ്പോൾ അതിന് പോകാൻ വേണ്ടി 2 കണക്ഷനാണ് ഇവിടെ മാറ്റിയിട്ടു. അപ്പം ഇത് സെറ്റിലോട്ട് പോകാനും ഇത് രണ്ടും സെയിം വോൾട്ടേജ് ആണ്, സെയിം പവറാണ് വരുന്നത്, 12 വോൾട്ടാണ് വരുന്നത്. അപ്പം ഇതെല്ലാം സെയിം 12 വോൾട്ടിൽ തന്നെ വരുന്നത്. പിന്നെ 5 വോൾട്ടിനായിട്ട് ഇവിടുന്ന് ഈ ഒരു കണക്ഷനകത്ത് ഒരു ബ്ലാക്കും ഒരു റെഡും കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ SMPSൽ നമുക്ക് ചെയ്യേണ്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു സ്വിച്ചിങ് ഓൺ ആക്കാനായിട്ട്, നമ്മൾ SMPS ഓൺ ആക്കാനായിട്ട് ഇവിടെ ബ്ലാക്കും ഒരു ഗ്രീനും ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഷോർട്ട് ചെയ്ത് ഞാൻ ടേപ്പ് അടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കുത്തിക്കഴിഞ്ഞ് ഇത് ഓണാവും. ഓക്കെ, ഇനി നമുക്ക് നേരെ കാസ്റ്റീരിയോ എടുത്തോട്ട് വരും. കാരണം കാസ്റ്റീരിയോ ഞാൻ നേരത്തെ എടുത്ത് പൊക്കാഞ്ഞത് ഈ 2 സ്പീക്കേഴ്സും ഓൾറെഡി ഞാൻ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മേലോട്ട് ലിഫ്റ്റപ്പ് ചെയ്യാഞ്ഞത് കാസ്റ്റീരിയോ. അപ്പോൾ ഈ പവർ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഒട്ടുമിക്ക സെറ്റിന് ഇതിനകത്തുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ഇത് നമ്മൾ FM-ൻ്റെ ആൻറ്റിന കൊടുക്കാനുള്ളത്, ഇത് മറ്റേ ആംബിന് കൊടുക്കാനുള്ള ഒരു കോഡ് വയർ കൊടുക്കാനുള്ള ഒരു സ്ലോട്ടാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ കൺട്രോൾ യൂണിറ്റിൽ നമ്മളെ ഈ കേബിളിങ്, അതായത് പവർ കൊടുക്കാനോ അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ലൈനും ഒക്കെ വരുന്ന ഇതാണ്. പിന്നെ ചെറിയൊരു ഫ്യൂസ് ഉണ്ട്. പിന്നെ ഓക്സ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഡീഫോൾട്ടായിട്ട് കണക്ട് ചെയ്തിടാനുള്ള സംഭവമുണ്ട്. അത്രയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ചെറിയൊരു ഹീറ്റ് സിങ്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കൺട്രോളിനകത്ത് ഓൾറെഡി സ്പീക്കർ നമ്മളെ ഈ സെറ്റിൻ്റെ, അതായത് ഈ സോണി സ്പീക്കറിൻ്റെ ഈ 2 സ്പീക്കറും ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ കൊടുത്തേക്കുന്ന ഉണ്ടോ, ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള 2 സ്പീക്കർ ലൈനാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ ആ 2 സ്പീക്കർ ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന പവർ കണക്ഷനാണ്. പവർ കണക്ഷനകത്ത് 3 ലൈൻ വരും. 3 ലൈൻ വരുന്നതിനകത്ത് നമ്മുടെ റെഡും ബ്ലാക്കുമാണ് ഇതിനകത്ത് 12 വോൾട്ട് വരുന്നത്. വണ്ടിയിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഏകദേശം വണ്ടി സ്റ്റാർട്ടിങ് ടൈമിൽ നിൽക്കാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14 വോൾട്ട് വരെയൊക്കെ കയറും. അതൊക്കെ പ്രശ്നമല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആയിക്കോളും. നമ്മൾ അതിനെപ്പറ്റി കൺഫ്യൂഷൻ ആവണ്ട. അപ്പം ഇത് വരുന്ന 12 വോൾട്ട് എന്ന് പറഞ്ഞ ഒരു കണക്കൂട്ടിൽ നമുക്ക് പോകാം. ഇത് 12 വോൾട്ട് വരും. ഇത് രണ്ടും വരുന്നേക്കുന്നത് 12 വോൾട്ടും പിന്നെ ഈ ഒരു യെല്ലോ കണക്ഷനുകളുണ്ട്. ഈ യെല്ലോ എന്ന് പറയുന്നത് നമ്മളെ ഈ ഇതിനകത്തുള്ള സെറ്റിങ്സ്, നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളെല്ലാം എപ്പോഴും നമ്മുടെ ഡയറക്റ്റ് ബാറ്ററിയായിട്ട് അറ്റാച്ച് ആയിട്ടിരിക്കുന്നതിനകത്ത് ഈ സെറ്റിനകത്ത് അതിൻ്റെയാണ് ഈ ഒരു യെല്ലോ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ യെല്ലോയും ഈ നമ്മളുടെ റെഡും ഒരുമിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം പോസിറ്റീവിൽ ഇതിലും കൊടുക്കുക, നെഗറ്റീവ് ഇതിലും കൊടുക്കുക. അപ്പോൾ ഈ യെല്ലോ വരുന്നത് ചാനൽസും അതാണ് നമ്മൾ സെറ്റിങ്സും ഒക്കെ ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്ത് വയ്ക്കാനാണ് ഇത് വരുന്നത്. നെഗറ്റീവ് ഇതിലും കൊടുക്കുക. പിന്നെ സ്പീക്കേഴ്സ് കൊടുക്കാനുള്ളത് നമുക്ക് ഇതിനകത്ത് സ്പീക്കർ കൊടുക്കാനുള്ളതുണ്ട്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് തന്നെ. നമുക്ക് ഡിഫോൾട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പവർ റിമോട്ടിൻ്റെതും. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരുപാട് നാളെ ഞാൻ നോക്കിയിട്ടും റിമോട്ട് ഔട്ട്പുട്ട് ഉള്ളി, അതായത് നമ്മൾ ആൻറ്റിനയുടെ ഔട്ട്പുട്ടും അങ്ങനെയുള്ള പല ഇതിൻ്റെ ഫ്രണ്ട് 2 ചാനൽ, റൈറ്റ് ചാനൽ, ലെഫ്റ്റ് ചാനൽ, അങ്ങനെയുള്ള ഓരോ ഓപ്ഷൻസാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ 2 സ്പീക്കറെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇത് 2 എണ്ണം കണക്ട് ചെയ്തു. ഫ്രണ്ട് 2, ബാക്ക് 2, ബാക്കിലത്തെ 2 ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, അതെല്ലാം ടേപ്പ് ഒട്ടിച്ചിട്ടേക്കാണ്. പിന്നെ റിമോട്ടിൻ്റെയും പവർ ആൻറ്റിനയുടെയും റിമോട്ടിൻ്റെയാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഈ 2 ലൈനും. ഇതൊക്കെ എന്തിൻ്റെയാണെന്ന് ഞാൻ മറന്നുപോയി. കാര്യം ഈ ലൈനൊക്കെ അത് ഇതാണ് ടാഗ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ കാണുന്നില്ല. അതാണ് ഞാൻ മറന്നു എന്തിൻ്റെയാണല്ലോ. ഒരുപാട് നാളായത് കാരണം അതൊന്നും ഓർമ്മയില്ല. ഏതെങ്കിലും കാർഷിക വർക്ക്ഷോപ്പിലെ കാണിച്ചാൽ അവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഇത് കാണുന്നവരാണ് അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റിമോട്ട് ഞാൻ ബാക്കിൽ സെറ്റ് ചെയ്തു, അല്ല റിമോട്ടിൻ്റെ ഇതായിട്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മളുടെ ചെറിയ പവർ കുറഞ്ഞ 2 ലൈൻ SMPS വരുന്ന അതിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതാണ് പോസിറ്റീവ്, ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. അപ്പം ഇതിനകത്ത് പോസിറ്റീവിനകത്ത് നമ്മളെല്ലാം കൊടുത്ത് നെഗറ്റീവിനകത്ത് നമ്മൾ ബ്ലാക്കും.
SMPC സിമ്പിളായിട്ടുള്ള ലൈനാണ് ഈ വന്നിരിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ഇതിനകത്തോട്ട് ലിങ്ക് ചെയ്തു. അതിനുശേഷം ടേപ്പ് ഒട്ടിക്കുക. ടേപ്പ് ഒട്ടിച്ച് സേഫ് ആക്കണം. കാര്യം ഏതെങ്കിലും തരത്തിൽ ഇത് ഷോർട്ട് ആവുകയെന്നുണ്ടെങ്കിൽ SMPS അടിച്ചു പോകും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് അടിക്കുക. മാക്സിമം ഷോർട്ട് ആവാതിരിക്കാൻ ശ്രമിക്കുക. സെറ്റുമൊക്കെ കംപ്ലൈൻ്റ് ആയിപ്പോകും. അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ ഒരു ടേപ്പ് ഒട്ടിച്ചു. കാര്യം ഷോർട്ട് ആവണ്ട എന്ന് കരുതി. ഒരെണ്ണം അവിടെയും കൊടുത്തു. നമ്മളങ്ങനെ ഇതിൻ്റെ പവറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള RCA കേബിളും കൂടെ നമുക്ക് വേണം. പണ്ട് നമുക്കറിയാൻ പറ്റും ഈ ഓഡിയോ വീഡിയോ ഒക്കെ നമ്മൾ കണക്ട് ചെയ്യാം. വീഡിയോ ഗെയിമിനും അതുപോലെ തന്നെ പണ്ടത്തെ TV-കളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. പണ്ട് VCR VCP ഒക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഇത് കുത്തിയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു കേബിൾ ഏകദേശം ഒരു 45 രൂപ 50 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് നമ്മളെ സെറ്റിൽ നിന്നും, അതായത് ഈ കാർ സ്റ്റീരിയോയിൽ നിന്നും നമ്മൾ ആംപ്ലിഫയറിനകത്തോട്ട് കൊടുക്കുന്നത്. അപ്പം സെറ്റിൻ്റെ കണക്ഷൻ അവിടെ കൊടുത്തു, സ്പീക്കേഴ്സിന് കൊടുത്തു. നമുക്ക് ആംബിൻ്റെ ഔട്ട്പുട്ടിനായിട്ട് നമുക്ക് ഇത് രണ്ടെണ്ണം കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ RCA കേബിൾ ഇവിടെ ഒരെണ്ണം ഇവിടെ കണക്ട് ചെയ്തു, വൈറ്റിനകത്ത് വൈറ്റ് കണക്ട് ചെയ്തു. ഒരെണ്ണം അധികം ഉണ്ട്, അത് പിന്നെ ഞാനൊന്നും ചെയ്തില്ല. ഡാമേജ് ആക്കണ്ടെന്ന് അത് അതേ കണക്കിന് വെച്ചേക്കാണ്. പിന്നെ നമുക്ക് ആംപ്ലിഫയർ എടുക്കാം. കാണിച്ച ആംപ്ലിഫയറിനകത്ത് ഇപ്പം ഞാൻ ഇതിപ്പോൾ 4 ചാനൽ ആംപ്ലിഫയർ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു 4 സ്പീക്കർ കൊടുക്കാം, ഇവിടെ ഒരു 4 സ്പീക്കർ കൊടുക്കാം. അപ്പോൾ അത് 2 ചാനൽ മാത്രമേ വർക്ക്, അതായത് നമ്മളെ സബ് വൂഫറിന് വേണ്ടിയുള്ള പവർ മാത്രമേ ഞാൻ ഇതിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിയർ എന്ന് എഴുതിയേക്കുന്നതിനകത്ത് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ 2 അഡാപ്റ്റർ കിട്ടും, മെയിൽ ടു ഫീമെയിൽ. ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇതിന് 4 എണ്ണം കൊടുക്കത്തക്ക രീതിയിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് കട്ട് ചെയ്തിട്ട് ഈ സബ് വൂഫറിനെ മാത്രം നമുക്ക് ഓടിച്ചാൽ മതി. അപ്പം ഡയറക്റ്റ് സ്പീക്കറിന് നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് സബ് വൂഫറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണക്ട് ചെയ്തു. അതിനുശേഷം ഇതിനെ രണ്ട് രീതി നമുക്ക് കൊടുക്കാം. ഇവിടെ തന്നെ നമുക്ക് നോർമൽ സ്പീക്കർ വേണമെങ്കിൽ കൊടുക്കാം. ഇതിനെ പിന്നെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട്, അതായത് ഒരു സ്പീക്കറിൻ്റെ പോസിറ്റീവും ഇപ്പോഴത്തെ ലൈന് നെഗറ്റീവും കൂടെ എടുത്ത് ഇതിനെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ആണ് സബ് വൂഫറിൻ്റെ ലൈൻ ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഇത് നമ്മൾ എന്താ പറയുക, സബ് വൂഫറിന് കൊടുക്കുന്ന ലൈനാണ്. വലിയ ക്വാളിറ്റി ഒന്നും ഉള്ളതല്ല, എന്നാലും അത്യാവശ്യം ഒരു വർഷം ഒരു 8 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ അടുപ്പിച്ച് കിടന്നോളും. അത്യാവശ്യം ഇച്ചിരി ഗേജ് കൂടിയ വയറാണ്. സാധാരണ വയർ ഈ നമ്മളെ വയറുകളെക്കാട്ടി കുറച്ച് മെച്ചമാണത്. അപ്പോൾ അത് ഞാൻ 1 മീറ്റർ വാങ്ങിച്ചു തന്നെ. അപ്പോൾ അതിനകത്താണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പവറിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കട്ടി ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ആമ്പിനകത്തോട്ട് ഇതിൻ്റെ പവർ സപ്ലൈ എടുക്കാം. സെയിം പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. സെറ്റിനകത്തോട്ട് പോയത് സെയിം പവർ സപ്ലൈ ആണ് നമ്മൾ ആമ്പിനകത്തോട്ട്. ആമ്പ് കുറച്ച് പഴയത് കേട്ടോ, ഈ തുരുമ്പൊക്കെ ഇരിക്കുന്നുണ്ട്, ഇത് കുറച്ച് പഴയതാണ്. പിന്നെ ഞാൻ നമ്മളെ ഒരു എന്താ ഫ്രഷ്നസ് നിലനിർത്താൻ വേണ്ടി ഇതൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് കൂട്ടപ്പനാക്കി വെച്ചേക്കുകയാണ്. പക്ഷേ സ്ക്രൂസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് കുറച്ച് പഴയതാണ്. ഇതൊന്നും ഇങ്ങനെ ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആയി വന്നത്. ഇതിപ്പോൾ വണ്ടിയിൽ നിന്ന് ഊരി വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു. അപ്പം നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആണ് 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് സൈഡ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് 12 വോൾട്ട് കൊടുത്തു, ഇതിനകത്ത് ഗ്രൗണ്ട് നെഗറ്റീവ് ഇത് രണ്ടും കൊടുത്തു. ഇച്ചിരി ഗേജുള്ള 2 ലൈറ്റ് പവർ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 എണ്ണം ഇത് കൊടുത്തത്. പോസിറ്റീവ് നമുക്ക് പിന്നെ ടൈറ്റ് ചെയ്യാം, നെഗറ്റീവ് സൈഡ് അതിന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആമ്പും കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് ആമ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 12 വോൾട്ടിന് തൊട്ടിപ്പോൾ അതൊരു REM എന്ന് റിമോട്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ കാറിനകത്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കാറിനകത്ത് താക്കോൽ ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് ആമ്പ് ഓൺ ആക്കില്ല. ഇതിൻ്റെ ഒരു സെറ്റ് പിന്നെ എന്താ പറയുക, ഇതിനകത്തൊരു ലൈൻ നമ്മുടെ സെറ്റിനകത്തോട്ട് പോകും. അതിൻ്റെയാണ് ഈ റിമോട്ടിൻ്റെ ഒരു ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് റിമോട്ട് എന്നും പറഞ്ഞുള്ള സംഭവം കാണിച്ചിട്ടുണ്ട്. അതായത് ഈ സെറ്റ് കാർ സ്റ്റീരിയോ ഓൺ ആക്കുമ്പോൾ മാത്രമേ ആമ്പ് ഓൺ ആകത്തുള്ളൂ. അതിൻ്റെ ഒരു ലിങ്കാണ് ഈ പോയേക്കുന്നത്, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വേറൊരു ലൈൻ വെച്ച്, ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 1.5 സ്ക്വയർ mm ഒരു വയറാണ് യൂസ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, അത് നമുക്ക് ജസ്റ്റ് റിമോട്ടിൻ്റെ ഒരു കണക്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം അതിനെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇതങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ട്. കണ്ടോ, ഇതിനകത്തോട്ട് കയറ്റി ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി നമ്മളെ ഈ വയറിന്, അത് കുഴപ്പമില്ല, ചെറിയൊരു ബിറ്റ് വയർ മതി അതിന്. ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇത്രയുള്ളൊരു വയർ കട്ട് ചെയ്തിട്ട്
അപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത് കുറച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പോസിറ്റീവ് തന്നെ എടുത്ത് ഇതിനകത്തോട്ട് വെച്ചു ടൈറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഈ പോസിറ്റീവ് ലൈൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആയിക്കോളും. നമ്മളത് ടൈറ്റ് ചെയ്തു. പിന്നെ നമ്മൾ സ്പീക്കറിൻ്റെ ലൈൻ കൊടുത്തു. സെറ്റ് ചെയ്യുന്ന ഔട്ട് വരുന്ന ലൈൻ ഇതിനകത്തോട്ട് ഇൻപുട്ട് കൊടുത്തു. പിന്നെ ഇതിനകത്ത് ഫിൽറ്ററിനെ പറ്റി അത് നമുക്ക് ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, അത് ഓണാക്കിയിട്ടൊക്കെയാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ബാസിൻ്റെ ആ ഒരു ട്യൂണിങ്ങിനകത്ത് വ്യത്യാസം വരും. അതിങ്ങനെ ഓണാക്കിയിട്ടേ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കണക്ഷൻ ചെയ്യാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്കൊരു ക്യാബിനൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് അടിപൊളിയായിട്ട് വയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ വീട്ടിലായതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ ഇത് താഴെ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ ഓണാക്കുക. അതൊക്കെ നമ്മൾ സബിനകത്തോട്ട് സപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലൈൻ സബിനകത്തോട്ട് പോകുന്ന ലൈനാണ്, അത് ഞാൻ കൊടുത്തിട്ടില്ല. ഈ ആമ്പിനെ ഞാൻ അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ബാക്കി വീഡിയോ നമുക്ക് എടുക്കാം. അതിനകത്ത് ചെണ്ടയ്ക്കകത്ത് നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ലൈൻ തന്നെ കറക്റ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വയറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതിപ്പം ഞാൻ പറഞ്ഞില്ല ടെമ്പററി സെറ്റപ്പ് ആണെങ്കിൽ അതിങ്ങനെയാണ് ഇട്ടേക്കുന്നത്. സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആമ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. SMPS ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചെറിയൊരു ടീപ്പാണ് ചേർക്കുന്നത്. മേശയുള്ളവർക്ക് അവിടെ സെറ്റ് ചെയ്ത് അതെല്ലാം കറക്റ്റ് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചത്. അപ്പം ഇതിന് പകരം ഈ രണ്ട് സ്പീക്കറിന് പകരം നമുക്ക് അല്ലാതെ സ്പീക്കർ ബോക്സ് കിട്ടും. അത് കിട്ടാൻ കുറച്ചും കൂടെ ഇതായിരിക്കും, സെറ്റപ്പ് ആയിരിക്കും കാണാൻ. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് പൈസ ഒന്നും ചിലവാക്കില്ല. ഇത് തന്നെ യൂസ് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്പീക്കർ ആയിരിക്കും. സോണിയുടെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നറിയാം. പവർ ഓൺ ആക്കിയാണ്. ആണ്ടാ സെറ്റ് ഓൺ ആയിട്ടുണ്ട്. CD ഉണ്ടോ, സൗണ്ട് ബ്ലൂടൂത്ത് ഓഡിയോ AM FM വർക്ക് ചെയ്യുന്നുണ്ട്. CD റീഡിങ്. പിന്നെ ഇതിനകത്ത് വരുന്ന വേറെ ഒരു സംഭവമാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞില്ലായിരുന്നു ഒരു 5 വോൾട്ട് സെറ്റ് ചെയ്ത്. ഇപ്പോൾ CD ചിലപ്പോഴേ എടുക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ പഴയ ഇതായതുകൊണ്ടേ ചിലപ്പോഴേ CD അതിനകത്ത് ഉണ്ട്, എടുക്കത്തില്ല, വലിയ പാടായിരിക്കും. പിന്നെ നമുക്ക് ഓക്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. എടുത്തെന്ന് തോന്നുന്നു CD. ഇല്ല, CD എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ചെറിയൊരു വിദ്യ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു എന്തോ സംഭവം നമുക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ CD പണി മുടക്കിയിരിക്കുകയാണ്. അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ചെയ്ത വേറെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമ്മളൊരു 150 രൂപ 200 റേഞ്ചിൽ ഇതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്തിലോട്ടും അതങ്ങനെ USB-ലോട്ടും. നമ്മൾ ഇങ്ങനെയുള്ള മൊഡ്യൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു മൊഡ്യൂൾ ഒട്ടുമിക്ക വാഹനങ്ങളിപ്പോൾ ഉണ്ട്. ഇങ്ങനെയുള്ള സെറ്റുകളിനകത്ത് ഭയങ്കര സപ്പോർട്ടാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. മൊഡ്യൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് USB ഉണ്ട്. ഇത് വളരെ തുച്ഛമായ എമൗണ്ടിലുള്ള സാധനം. ഇത് ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ല 130 രൂപ 150 രൂപ. ക്വാളിറ്റി പ്രൈസ് കൂടുന്തോറും ക്വാളിറ്റി കൂടുന്നതായിട്ടാണ്. ഇപ്പം എനിക്ക് വീട്ടിലോട്ട് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ എടുത്തത്. അപ്പം ഇത് വാങ്ങി ജസ്റ്റ് ഒരു ക്യാബിൻ പോലെ ചെറിയൊരു സംഭവം സെറ്റ് ചെയ്തു. അതിനുശേഷം ഇതിനകത്തുനിന്ന് ഇത് +5 വോൾട്ടാണ്, 3.7 to 5 വോൾട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ 2 കണക്ഷൻ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ആൻറ്റിന FM സ്റ്റേഷൻ്റെ ആൻറ്റിന ഒരെണ്ണം വരുന്നുണ്ട്. അതാണിത്. 2 ലൈൻ കൊടുത്തേക്കുന്നത് നമ്മൾ 5 വോൾട്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് നിന്ന് സ്പീക്കർ ഔട്ട് എടുത്തേക്കുന്നത് ഒരു 3.5 mm ജാക്കിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ആംപ്ലിഫയറിൽ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഓക്സ് കേബിൾ ഇട്ടിട്ട് ഇതിൻ്റെ സ്പീക്കർ ലൈൻ ഇതിൽ കൊടുത്തിട്ട് എൻ്റെ ഈ സെറ്റിൽ ഓക്സ് ഇന്നുണ്ട്. അപ്പം അതിനകത്തോട്ട് ഞാൻ ഈ ഒരു പിൻ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനെ പവർ അപ്പ് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഓക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനും ഉണ്ട്. സോഴ്സിനകത്ത് ഫ്രണ്ട് ഓക്സ് എഴുതിക്കുന്നുണ്ടോ? ഈ ഓക്സിനകത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഒരു ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്ത് ഇതിൽ കൂടെ ബ്ലൂടൂത്ത് എടുത്ത് എങ്ങനെ അതിനകത്ത് പാട്ട് കേൾക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ മൊഡ്യൂൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷൻസ് കാണിക്കും. ബ്ലൂടൂത്ത്, ഓക്സ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇവിടെ USB ഉണ്ട്. ഇവിടെ ഇതിനകത്തൊരു ഓക്സ് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളെ മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്നുള്ള ഓക്സിൻ്റെ ഔട്ട് ഉണ്ടോ നമ്മൾ ഈ സെറ്റിൻ്റെ ഓക്സിൻ ഇൻപുട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഒരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക്കുള്ള കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം എങ്ങനെ ഉണ്ടെന്നുള്ള. ഇതിനകത്തുള്ള ബാസ് നമുക്ക് കിട്ടത്തില്ല. നോർമലായിട്ടുള്ള
സൗണ്ട് ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. മാക്സിമം ഷോർട്ടായിട്ട് സിമ്പിളായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് വീട്ടിൽ ചെയ്ത് നോക്കാതെയാണ് വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പം ഈ സ്ക്രാപ്പ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിനകത്തുള്ള നമ്മളെ ഈ CD വർക്ക് ചെയ്യാത്ത സാധനങ്ങളൊക്കെ 800 700 കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാവുന്ന അറിവ് ജസ്റ്റ് നിങ്ങളെ കൂടെ എത്തിച്ചെന്നേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാനൊക്കെ നമുക്കൊരു എനർജി ലഭിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നീട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.